Hello friends, Sonal Sajith YouTube channel എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സോനാൽ സജിത്ത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ബ്ലൂടൂത്ത് സ്പീക്കറാണ്. ഇതാണ് ആ ബ്ലൂടൂത്ത് സ്പീക്കർ. വെറും ബേസിക് ഇലക്ട്രോണിക്സ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി ഇത് ചെയ്യാൻ, വേറെ ഒന്നും വേണ്ട. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്ന അറിയാൻ വേണ്ടി എൻ്റെ ഇന്നത്തെ വീഡിയോ മുഴുവനായി കാണുക. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ്. കൂടിയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ സൗണ്ട് ടെസ്റ്റാണ്, പിന്നെയാണ് ഇതിൻ്റെ വർക്കിങ്ങിലോട്ട് പോവുക. അപ്പോൾ സൗണ്ട് ടെസ്റ്റ് ചെയ്യുന്ന സമയം എല്ലാവരും ഹെഡ്ഫോൺസ് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക, എന്നാലേ ഇതിൻ്റെ സൗണ്ട് നല്ല ക്ലിയറായി നിങ്ങൾക്ക് കേൾക്കാൻ പറ്റൂ. അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ വർക്കിങ്ങിലോട്ട് പോകും. അപ്പോൾ ഇനി വീഡിയോ മുഴുവനായി കാണുക. Fire spreading all around my room. My world's so bright, it's hard to breathe, but that's alright. Hush. അപ്പോൾ ഇത് ചെയ്യാനായി ആദ്യമായി ആവശ്യമുള്ളത് 2 സ്പീക്കേഴ്സാണ്. ഇത് 4 ohms 3 wattsൻ്റെ സ്പീക്കേഴ്സാണ്. പിന്നെ അടുത്തത് ഒരു ഓഡിയോ ആംപ്ലിഫയർ, ഇതിന് 30 രൂപയാണ് വില. പിന്നെ ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂള്, പിന്നെ ഒരു മൈക്രോ USB പോർട്ട്, പിന്നെ സ്വിച്ച്, പിന്നെ 1N4007 ഡയോഡ്, ഒരു LED, പിന്നെ ഒരു 100 ohmsൻ്റെ റെസിസ്റ്റർ. പിന്നെ ഇത് 2 ലാപ്ടോപ്പ് ബാറ്ററിയാണ് പാരലായി കണക്ട് ചെയ്തത്. പിന്നെ ഇത് പഴയ മൊബൈലിൻ്റെ ഒരു ബോക്സാണ്. അപ്പോൾ ഇതിൽ ആ സ്പീക്കറിൻ്റെ അളവ് വെച്ച് 2 സർക്കിൾ മാർക്ക് ചെയ്യാം, അത് മുറിച്ചെടുക്കണം. ഇനി ഓഡിയോ ആംപ്ലിഫയറിൽ നമ്മൾ നോക്കേണ്ടത് സ്പീക്കറിന് ലെഫ്റ്റും റൈറ്റും പ്ലസും നെഗറ്റീവും ഉണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡിലുള്ളത് റൈറ്റ്, ഗ്രൗണ്ട്, ലെഫ്റ്റ്, പിന്നെ 5 volt സപ്ലൈ കൊടുക്കേണ്ടത്. അടുത്തത് ബ്ലൂടൂത്ത് മൊഡ്യൂളാണ്. ഈ ബ്ലൂടൂത്ത് മൊഡ്യൂളിൽ ബാക്കിൽ നോക്കിയാൽ ഇതിൻ്റെ ഇത് ഫങ്ഷൻസ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ലെഫ്റ്റ് ഔട്ട്, ഗ്രൗണ്ട്, ആർ ഔട്ട്, റൈറ്റ് ഔട്ട്, പിന്നെ VCC എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്, പിന്നെ മറ്റേ ഗ്രൗണ്ട് നെഗറ്റീവ്. ഇനി എല്ലാ പിന്നിലേക്കും നമുക്ക് സോൾഡർ ചെയ്ത് കൊടുക്കാം. ഈ 5 volt കാണുന്നിടത്താണ് പോസിറ്റീവും മറ്റേത് നെഗറ്റീവുമാണ്. ഈ ബ്ലൂടൂത്ത് മൊഡ്യൂളിൽ VCC എന്ന് പറയുന്നത് പോസിറ്റീവും ഗ്രൗണ്ട് നെഗറ്റീവുമാണ്. ഇനി ഓഡിയോ ആംപ്ലിഫയറിൻ്റെ റൈറ്റ് ഇതിൻ്റെ റൈറ്റിലേക്ക് കണക്ട് ചെയ്യുക. അതേപോലെ ഗ്രൗണ്ട്, ലെഫ്റ്റ് എല്ലാം സെയിം ആയിട്ട് കണക്ട് ചെയ്യുക. അതായത് ഓഡിയോ ആംപ്ലിഫയറിൽ റൈറ്റിൻ്റെ വയർ ബ്ലൂടൂത്തിൻ്റെ റൈറ്റിൻ്റെ പോർട്ടിലേക്ക് കണക്ട് ചെയ്യുക. അതേപോലെ ഗ്രൗണ്ടും കണക്ട് ചെയ്യുക, പിന്നെ ലെഫ്റ്റും. ഇനി രണ്ടിൻ്റെയും പോസിറ്റീവ്, അതായത് 5 volt സപ്ലൈ കൊടുക്കേണ്ട പോസിറ്റീവ് അത് രണ്ടും കണക്ട് ചെയ്യുക. നെഗറ്റീവ് അതേപോലെ കണക്ട് ചെയ്യുക. ഇനി നമുക്ക് സ്പീക്കറിൻ്റെ കണക്ട് ചെയ്യാം. സ്പീക്കറിന് പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ലെഫ്റ്റും റൈറ്റും 2 സ്പീക്കേഴ്സ്. ഇനി ആ ബോക്സിൽ ഹോൾട്ട് കൊടുത്തിട്ട് ഒരു മൈക്രോ USB പോർട്ടും പിന്നെ ഒരു സ്വിച്ചും നമുക്ക് കണക്ട് ചെയ്യാം. പിന്നെ ഒരു LED കണക്ട് ചെയ്യണം. LED-ക്ക് ഞാനിപ്പോൾ റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും അവിടെ ഒട്ടിക്കുക. പിന്നെ ബാറ്ററി നിങ്ങൾ ഫിക്സ് ചെയ്യുമ്പോൾ നോക്കണം, ക്ലോസ് ചെയ്യുമ്പോൾ സ്പീക്കറിന് തട്ടാത്ത വിധത്തിൽ വേണം സൈഡിലേക്കായിട്ട് ഒട്ടിക്കണം. അത് നിങ്ങൾ ഒട്ടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, സ്പീക്കറിന് തട്ടാൻ പാടില്ല. പിന്നെ ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ഞാൻ വീഡിയോൻ്റെ അവസാനം കൊടുക്കുന്നതായിരിക്കും, അത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഞാൻ ഈ വീഡിയോ കുറച്ച് ഫാസ്റ്റ് ആക്കിയിട്ടാണ് വിടുന്നത്, കാരണം ടൈം ഡ്യൂറേഷൻ അങ്ങ് കൂടും സ്ലോ ആക്കിയാൽ, അതുകൊണ്ട് കുറച്ച് ഫാസ്റ്റിലാണ്. അപ്പം ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ഞാൻ വീഡിയോൻ്റെ അവസാനം കൊടുക്കും, അത് നോക്കുക. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഈ ഓഡിയോ ആംപ്ലിഫയറും ബ്ലൂടൂത്തിൻ്റെയും നെഗറ്റീവ് ബാറ്ററീൻ്റെ നെഗറ്റീവിനെ കണക്ട് ചെയ്യുക.
ഞാനിവിടെ സ്ലീവ് ഉപയോഗിക്കുന്നുണ്ട്. സ്ലീവോ ഇൻസുലേഷൻ ടാപ്പോ എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ ഒരു യെല്ലോ വയർ നിങ്ങൾ കാണാം, അത് അവിടെ കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ ചാർജിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ യെല്ലോ വയർ ഇത് LED-ൻ്റെ റെസിസ്റ്ററിൻ്റെ അവിടെയും കണക്ട് ചെയ്തു. പിന്നെ ആ മറ്റേ ഫീമെയിൽ പോർട്ടിൻ്റെ നെഗറ്റീവിനായിട്ട് കണക്ട് ചെയ്തു. നെഗറ്റീവിൻ്റെ കണക്ഷനൊക്കെ ആയി. ഇനി അടുത്ത പോസിറ്റീവിന് ഡയോഡ് എടുക്കുക. ഡയോഡിൻ്റെ പോസിറ്റീവ് ഭാഗം ചാർജിങ് പോർട്ടിൻ്റെ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യുക. എന്നിട്ട് പിന്നെ ബാറ്ററീൻ്റെ പോസിറ്റീവ് ആ ഡയോഡിനെ കണക്ട് ചെയ്യാം, ഡയോഡിനെ നെഗറ്റീവായിട്ട്. അതും എന്നിട്ട് ആ LED-ൻ്റെ പോസിറ്റീവുമായിട്ട് ഒരുമിച്ച് കണക്ട് ചെയ്യുക. അപ്പോൾ ആ 3 ഒരു കണക്ഷൻ ആക്കുക. അപ്പം പിന്നെ സ്വിച്ചിലേക്ക് വേണ്ട കണക്ഷന് വേണ്ടിയിട്ട് ഒരു പോസിറ്റീവ് വയർ ബാറ്ററീൻ്റെ പോസിറ്റീവ് ഒന്ന് എടുക്കുക. അതിനുശേഷം ഈ സ്വിച്ചിൻ്റെ ഒരു പിന്നിന് കണക്ട് ചെയ്യാം. അടുത്തത് ബ്ലൂടൂത്തിൻ്റെയും ഓഡിയോ ആംപ്ലിഫയറിൻ്റെയും പോസിറ്റീവ് ആ സ്വിച്ചിൻ്റെ അടുത്ത പിന്നിൽ കണക്ട് ചെയ്യാം. ഇതോടെ നമ്മൾ മെയിൻ കണക്ഷൻസ് എല്ലാം കഴിഞ്ഞു. ഇനി ചെയ്യാനുള്ളത് സ്പീക്കർ കണക്ഷനാണ്. അപ്പോൾ സ്പീക്കറിൻ്റെ പോസിറ്റീവും നെഗറ്റീവും നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം. ഓഡിയോ ബോർഡിൽ പോസിറ്റീവ് നെഗറ്റീവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് അങ്ങ് സ്പീക്കറിൻ്റെ കണക്ട് ചെയ്യണം. അത് നിങ്ങൾ ശ്രദ്ധിച്ചങ്ങ് ചെയ്യാം. ഇനി നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ഇനി എല്ലാം ബോർഡെല്ലാം ഒന്ന് നേരെ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ചാർജിങ്ങിൻ്റെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, ചാർജ് ചെയ്യുന്നുണ്ടോയെന്ന്. എന്നിട്ട് ഒന്നിച്ച് അടക്കാം. ചാർജിങ്ങും വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ലൈറ്റ് കത്തുന്ന കാണാം. അപ്പോൾ ചാർജിങ്ങും ഒക്കെയാണ്. ഇനി ബോർഡൊക്കെ ഒന്ന് ഇൻസുലേറ്റ് ചെയ്ത് വെക്കണം. കാരണം എവിടെയെങ്കിലും തട്ടി ഷോർട്ടായിട്ടുണ്ടെങ്കിൽ ഷോർട്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം അത് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാം ഇൻസുലേറ്റ് വെക്കുക. ഞാൻ പിന്നെ ഇപ്പോൾ ഒരു സംഭവം എടുത്തിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ പേരറിയില്ല. ഇത് ഫാൻസി കടകളെല്ലാം കിട്ടുന്നതാണ്. അപ്പോൾ ഇത് അവിടെ വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അവിടെ കുറച്ച് വൃത്തികേടാണ്. അപ്പം ഇത് വെച്ചാൽ കാണാൻ നല്ല രസമുണ്ടാവും. അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. അത് വെച്ച ശേഷം കാണാൻ നല്ല നീറ്റ് ഉണ്ട് അവിടെ. അപ്പോൾ അതേപോലത്തെ ഐറ്റംസ് എല്ലാം കിട്ടിയാൽ ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഓഡിയോ ചെക്ക് ചെയ്ത് നോക്കാം. Kids screaming in the cradles, profanities. I see the world through ice covered in ink and bleach. Cross out the ones who heard my cries and watched me weep. I love everything. Fire spreading all around my room. My world's so bright, it's hard to breathe, but that's alright. Hush. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇനിയും ഇതേപോലത്തെ വീഡിയോസ് ലഭിക്കാനായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. കൂടുതൽ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം.